ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സിദ്ദീഖാപ്പനെ ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ ഇരുമ്പ് വടികൊണ്ട് ശരീരത്തിന്റെ ഏതു ഭാഗത്ത് അടിച്ചാലാണ് അവൻ പെട്ടെന്ന് വീഴുന്നത്, മരിക്കുന്നത് എന്ന് അതിസൂക്ഷ്മമായി പഠിക്കുകയും പരിശീലനം നടത്തുകയും അത് ആ മുസ്ലിങ്ങളിൽ പ്രയോഗിക്കുകയും അത് പ്രയോഗിക്കുന്നതിനു വേണ്ടി ഒരു പരിശീലന കളരി തന്നെ സ്ഥാപിക്കുകയും ചെയ്ത ഹിറ്റ് സ്ക്വാഡിന്റെ പോപ്പുലർ ഫ്രണ്ട് നേതാവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിദ്ദീഖാപ്പൻ. നമുക്കറിയാം, അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹത്തിനു വേണ്ടി ഇവിടെ പത്രപ്രവർത്തക യൂണിയനൊക്കെ ഒരുപാട് അട്ടഹാസം ഉണ്ടാക്കിയിരുന്നു. കാരണം അതുപോലെ ഒരു ഭീകരനെയും തീവ്രവാദിയെയും ഒക്കെ ഒന്ന് മേക്കപ്പ് ഇട്ട് അലക്കി വെളുപ്പിക്കാൻ നമ്മുടെ പത്രപ്രവർത്തക യൂണിയൻ കാണിച്ച എഫേർട്ടൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ. കേരളം നാളെ ഒരു മതരാജ്യമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. പക്ഷേ നമ്മുടെ ഹിറ്റ് സ്ക്വാഡിന്റെ പരിശീലകന് ചില മറവികൾ ഉള്ളതായി ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഡൽഹിയിലെ NCHRO ഓഫീസിൽ ഒപ്പം താമസിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡ് പരിശീലകനായ അൻഷാദ് ബദറുദ്ദീനെ കുറിച്ച് തനിക്കറിയില്ല എന്ന് സിദ്ദീഖാപ്പൻ പറഞ്ഞിരിക്കുന്നു. അൻഷാദ് ബദറുദ്ദീനും സിദ്ദീഖാപ്പനും മറ്റൊരു സുഹൃത്തും ഇവരെല്ലാവരും കൂടിയാണ് ഹദ്രാസിലേക്ക് ചെല്ലുന്നത്. ഇവരെ കുറിച്ചൊക്കെ, സിദ്ദീഖാപ്പനെ കുറിച്ച് വളരെ വ്യക്തമായി അൻഷാദ് ബദറുദ്ദീൻ പറഞ്ഞതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വാട്സാപ്പ് ചാറ്റുകളും മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഡേറ്റയും നിരത്തിയായിരുന്നു പ്രോസിക്യൂഷന്റെ എതിർവാദം. ഹദ്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ലക്നൗ NIA കോടതിയിലെ വിചാരണയിലാണ് സിദ്ദീഖാപ്പന്റെ മറവി രോഗം പ്രോസിക്യൂഷൻ വലിച്ചു കീറി നിലത്തൊട്ടിച്ചത്. 2020 സെപ്റ്റംബറില് മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ സംഘടിപ്പിച്ച ഹിറ്റ് സ്ക്വാഡ് തലവന്മാരുടെ യോഗത്തിൽ സിദ്ദീഖാപ്പൻ ഉത്തരേന്ത്യയിൽ കൊല്ലേണ്ട RSS BJP നേതാക്കളുടെ ലിസ്റ്റ് അവതരിപ്പിച്ചതായി അൻഷാദ് ബദറുദ്ദീന്റെ കുറ്റസമ്മത മൊഴിയിലുണ്ട്. സിദ്ദീഖാപ്പനെ PFI തിങ്ക് ടാങ്ക് എന്നാണ് ബദറുദ്ദീൻ വിശേഷിപ്പിച്ചത്. PFIയുടെ തിങ്ക് ടാങ്ക്, അങ്ങനെയുള്ള ആളിനെ അയാൾക്കിപ്പോ അൻഷാദ് ബദറുദ്ദീനെ അറിയില്ല അത്രേ. ഹിറ്റ് സ്ക്വാഡുകൾക്ക് പ്രചോദനം പകരാൻ കാപ്പൻ ക്ലാസുകൾ എടുത്തിരുന്നതായി ബദറുദ്ദീനും കൂട്ടാളിയായ ഫിറോസ് ഖാനും കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. മഞ്ചേരി ഗ്രീൻ വാലിയിലെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് കാപ്പൻ ആദ്യം പറഞ്ഞത്. ക്യാമ്പിനെ കുറിച്ച് സംഘാടകനായ KP കമാലുമായി കാപ്പൻ നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പ്രോസിക്യൂഷൻ നിരത്തിയപ്പോൾ സിദ്ദീഖാപ്പന് ഉത്തരം മുട്ടിപ്പോയി, പിടിക്കപ്പെട്ടല്ലോ. ക്യാമ്പ് ദിവസം KP കമാൽ, കാപ്പൻ, ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ, നാസറുദ്ദീൻ തുടങ്ങിയവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിലാണെന്ന ഡേറ്റയാണ് പ്രോസിക്യൂഷൻ തെളിവായി നിരത്തിയത്. അതോടെ കാപ്പനിനെയും പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. കള്ളത്തരം പൊളിഞ്ഞുപോയി കോടതിയിൽ. ബദറുദ്ദീനുമായി വലിയ പരിചയമില്ല എന്ന കാപ്പന്റെ തള്ളൽ 2017 മുതൽ കാപ്പനും ബദറുദ്ദീനുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളുടെ രേഖയാണ് പ്രോസിക്യൂഷൻ തെളിവായി സമർപ്പിച്ചത്. പിന്നീട് ഉത്തരമില്ല, മിണ്ടാട്ടം മുട്ടിപ്പോയി. കാരണം ഇവർക്ക് തമ്മിൽ ഒരു ഡ്രാമ കളിക്കാൻ, പറഞ്ഞു ഒപ്പിച്ചു വെക്കാൻ ഒരു സമയവും സാവകാശവും കിട്ടിയില്ല. കേരള പോലീസിനോടല്ലല്ലോ കളി, NIA ഒരു തിരിമറിക്കും സമയം കിട്ടിയില്ല. എന്തായിരുന്നാലും പ്രോസിക്യൂഷൻ കാപ്പന്റെ വാദം തള്ളിക്കളഞ്ഞു. രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിലപാടുകൾ ന്യായീകരിക്കുന്ന വിശദമായ കുറിപ്പുകളും കാപ്പൻ ബദറുദ്ദീനുമായി പങ്കിട്ടിരുന്നു. ഹിറ്റ് സ്ക്വാഡ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തേണ്ട PFI പ്രവർത്തകരുടെ പേരുകൾ കാപ്പൻ റെക്കമെൻഡ് ചെയ്തതായും ചാറ്റിൽ വ്യക്തമായി. ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾക്കായിട്ടുള്ള കോഡ് വാക്കുകൾ കാപ്പനും അറിയാമായിരുന്നു. ഇടയ്ക്ക് അറബി വാക്കുകൾ ഉൾപ്പെടെ കോഡ് ഭാഷയിലെ ആശയവിനിമയവും കാപ്പൻ നടത്തിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിഗൂഢ സംഘമായ ഹിറ്റ് സ്ക്വാഡിന് ക്ലാസ് എടുത്തും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയും പ്രവർത്തിച്ച കാപ്പൻ ഒരു ചെറിയ മത്സ്യമല്ല.
ഇദ്ദേഹം അഴിമുഖം എന്ന ഓൺലൈൻ പോർട്ടലിലാണ് എഴുതിയിരുന്നത്. മലയാളി മാധ്യമപ്രവർത്തകനാണ് എന്നാണ് പൊതുവെ ഇദ്ദേഹം അറിയപ്പെടുന്നത്. കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകം സെക്രട്ടറിയാണ് എന്ന് പറയുന്നു. പിന്നെ സിദ്ദീഖാപ്പനെ കുറിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. 2020 ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ ഹദ്രാസിൽ നടന്ന ബലാത്സംഗ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ സന്ദർശിക്കുന്ന വേളയിലാണ് UP പോലീസ് അദ്ദേഹത്തെയും സഹപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കണ്ടതാണ് വാർത്ത. 846 ദിവസത്തെ തടവറയ്ക്ക് ശേഷം അദ്ദേഹം 2023 ഫെബ്രുവരിയിൽ അദ്ദേഹം പുറത്തു വന്നിരുന്നു. മലയാളി മാധ്യമപ്രവർത്തകനായ സിദ്ദീഖാപ്പന് ജാമ്യം ലഭിക്കുന്നത് 846 ദിവസങ്ങൾക്ക് ശേഷമാണ്. 2020 UAPA ചുമത്തി UP പോലീസ് കാപ്പനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് നിരവധി തവണ സിദ്ദീഖാപ്പൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. ബലാത്സംഗത്തിനിരയായ ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ട അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ ഹദ്രാസിലേക്കുള്ള യാത്രക്കിടയിൽ സിദ്ദീഖാപ്പനെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ്. പിന്നീട് UAPA ഉൾപ്പെടെ കാപ്പനെതിരെ ചുമത്തപ്പെട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സിദ്ദീഖാപ്പനെതിരെ കേസെടുത്തിരുന്നു. 2020 ഒക്ടോബർ മലയാളം ന്യൂസ് പോർട്ടലായ അഴിമുഖത്തിന്റെ ലേഖകനായ സിദ്ദീഖാപ്പൻ ദളിത് യുവതിയുടെ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ആ പെൺകുട്ടി ഹദ്രാസിലേക്കുള്ള യാത്രക്കിടയിൽ UP പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത് എന്തിനാണ് എന്നുള്ള ചോദ്യമായിരുന്നു നമ്മുടെ നാട്ടിൽ ഉയർന്നത്. കാപ്പനോടൊപ്പം മറ്റു 3 പേരും ഉണ്ടായിരുന്നു. അവർക്കെതിരെയും UAPA ചുമത്തി കേസെടുത്തു. ഒക്ടോബർ 6 KUWJ കാപ്പന് വേണ്ടി ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ഫയൽ ചെയ്തത്. ഒക്ടോബർ 12 കേസ് സുപ്രീം കോടതിക്ക് മുന്നിലെത്തി. ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നു. ഒക്ടോബർ 29 സിദ്ദീഖാപ്പൻ ജാമ്യഹർജി നൽകി. ജാമ്യഹർജിയിലെ UP സർക്കാരിന്റെ അഭിപ്രായം തേടിയ കോടതി ഹർജി നവംബറിലേക്ക് മാറ്റുന്നു. നവംബർ 2020 UP പോലീസ് കേസിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നു. ഹദ്രാസില് കാപ്പൻ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നത് തടയാനാണ് അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു UP പോലീസിന്റെ മറുപടി. ഡിസംബർ 2020 ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കാനായി എത്തുമ്പോഴും UP പോലീസ് എതിർത്തു. ഫെബ്രുവരി 2021 അമ്മയെ സന്ദർശിക്കുന്നതിനായി സിദ്ദീഖാപ്പൻ 5 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു. ഏപ്രിൽ 2021 8 പേരെ പ്രതിയാക്കി UP പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസ് മധുരയിൽ നിന്നും ലക്നൌവിലേക്ക് മാറ്റി. ജൂലൈ 2021 മധുര കോടതി UAPA കേസിൽ ജാമ്യം നിഷേധിക്കുന്നു. ഓഗസ്റ്റ് 2021 അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ജാമ്യം നിഷേധിക്കുന്നു. സെപ്റ്റംബർ 2022 സുപ്രീം കോടതിയാണ് സിദ്ദീഖാപ്പന് ജാമ്യം അനുവദിക്കുന്നത്. ഔപചാരികമായ കുറ്റങ്ങൾ കാപ്പനെതിരെ ചുമത്തിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ജാമ്യം ലഭിച്ചെങ്കിലും ഇഡിയുടെ കേസുള്ളതുകൊണ്ട് കാപ്പന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. ഡിസംബർ 2022 ED കേസിലും സിദ്ദീഖാപ്പന് ജാമ്യം ലഭിച്ചു. അങ്ങനെ ഫെബ്രുവരി 1 കോടതിയിൽ ജാമ്യ വ്യവസ്ഥകൾ സിദ്ദീഖാപ്പൻ പൂർത്തിയാക്കി. ഫെബ്രുവരി 2 സിദ്ദീഖാപ്പൻ ജയിൽ മോചിതനാകുന്നത്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ പിടിക്കപ്പെട്ട ആളുകളെ അറിയില്ല എന്ന് പറഞ്ഞതോടെ സംഗതി കൂടുതൽ വഷളായി. അറിയാമെന്നതിന്റെ തെളിവുകൾ സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ നിർബന്ധിതരായി. എന്തായാലും സിദ്ദീഖാപ്പന്റെ ഓർമ്മശക്തി ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ കോടതിക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ജനങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. നന്ദി.